നമസ്കാരം. റിവിറ്റ് ആർക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ റിവിറ്റിൽ ഫ്ലോർ ടൈൽസ് നമ്മൾ കൊടുക്കുമ്പോൾ ഡ്രാഫ്റ്റിങ്ങിലും മോഡലും രണ്ട് കാര്യമുണ്ട്. ഫ്ലോർ ടൈൽസ് ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ഡ്രാഫ്റ്റിംഗ് ആൻഡ് മോഡൽ. ഓക്കെ, ഇത് ഡ്രാഫ്റ്റിങ്ങിൽ പ്ലാൻ വ്യൂ, ഇത് മോഡലിൽ കൊടുത്ത പ്ലാൻ വ്യൂ. ഇത് തന്നെ 3D വരുമ്പോൾ ആംഗിളായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇത് ഫ്ലോർ വരച്ചത്, എഡിറ്റ് ടൈപ്പ്, മെറ്റീരിയൽ കൊടുക്കുന്നത്, ഗ്രാഫിക്സ്, കളർ, ഇത് സർഫേസിൽ വരുന്ന കളറ്, ഇത് ലൈൻ ടൈപ്പ്, ഇത് ക്രോസ് ഹാച്ച്, ഇത് ഡ്രാഫ്റ്റിംഗ് വ്യൂയിലാണ് കിടക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൈസ് മാറ്റാം. ഓക്കെ, ഇതിന്റെ 3D വ്യൂ വന്ന് നോക്കുമ്പോൾ ലൈൻ ടൈപ്പ് ആംഗിൾ ആ രീതിയായിപ്പോയി. അത് കാരണം ഡ്രാഫ്റ്റിങ്ങിൽ എടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യല്, എപ്പോഴും യൂസ് ചെയ്യേണ്ട മോഡൽ ഉള്ളതാണ് എടുക്കേണ്ടത്. പുതിയ വരയ്ക്കുന്നത് ആർക്കിടെക്ചർ ഫ്ലോർ റെക്ടാങ്കിൾ. ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഡിറ്റ് ടൈപ്പ്, ഫ്ലോർ മെറ്റീരിയൽ പുതിയ കൊടുക്കണമെങ്കിൽ ന്യൂ, ഫ്ലോർ ഫിനിഷ്, എന്നിട്ട് സർഫേസ് ക്രോസ് ഹാച്ച്, എന്നിട്ട് ഡ്രാഫ്റ്റിംഗ് വേണ്ട, മോഡൽ എടുക്കുക. മോഡൽ ക്രോസ് ഹാച്ച് ഇതെടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. $500 5. ഓക്കെ, മോഡൽ ആയിരിക്കണം, ഡ്രാഫ്റ്റിംഗ് എടുക്കില്ല, മോഡൽ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ 3D വ്യൂ നോക്കുക. മോഡൽ എടുത്ത പ്ലാൻ വ്യൂ 3D വ്യൂ ഒരുപോലെ തന്നെ 90 ഡിഗ്രി തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിന് വേണ്ടി മോഡലിലാണ് ഫിനിഷിംഗ് ഫ്ലോർ കൊടുക്കേണ്ടത്.
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈൻ സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെ നിന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഡയമെൻഷൻ നോക്കാം. എപ്പോഴും വരയ്ക്കുമ്പോൾ ഫിനിഷിംഗ് ഫ്ലോർ കൊടുക്കും. മോഡലിൽ വേണം എടുക്കാൻ. ഡ്രാഫ്റ്റിംഗ് എടുത്താൽ ആംഗിൾ ശരി 90 ഡിഗ്രി കിട്ടത്തില്ല. ഓക്കെ, ഈ വീഡിയോ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.